നമസ്തേ. എന്തിനാണ് ടി.പി. ചന്ദ്രശേഖരനെ വധിച്ചത്? നിഷ്ഠൂരമായി വധിച്ചത്? അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ട്? മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു, അവിടെ വലിയ നേതാവായിരുന്നു. എന്നിട്ട് അവരുടെ തെറ്റായ പോക്കിനെ വിമർശിച്ചുകൊണ്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം മാർക്സിസ്റ്റ് പാർട്ടിയിൽ പാടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതല്ല, അവരെ വിശ്വസിച്ചിട്ട് പിന്നെ വിട്ടുപോകാൻ പാടില്ല. വിട്ടുപോയാൽ വധിച്ചിരിക്കും. ഇതാണ് ആ കൊലപാതകം നൽകുന്ന സൂചന, അർത്ഥം, എല്ലാവർക്കും നൽകുന്ന സന്ദേശം. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങോട്ട് പോകാനേ പറ്റുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ജഡമായിട്ട് ഇറങ്ങാൻ പറ്റും. ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മിണ്ടാതിരുന്നോണം. അത് അപ്പോഴും ഒരു ജീവച്ഛവമായിട്ടിരിക്കണമെന്നുള്ളതാണ് അവരുടെ ഉന്നം. ആ മനുഷ്യനെ അങ്ങനെ ഇരുത്തണം എന്നുള്ളതാണ് അവരുടെ ഉന്നം. ഇത് ഒരു മതമൗലിക വാദികളുടെ ഒരു നയമാണിത്. ഒരു പ്രത്യേക മതത്തിൻ്റെ നയമാണിത്. തങ്ങളിൽ വിശ്വസിച്ചിട്ട് പിന്നെ വിട്ടുപോയാൽ അവരെ കൊല്ലുക. അതുതന്നെയാണ്, അത്രയ്ക്ക് കഠിനമായ ശിക്ഷയാണ് അവർ വിധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആ രണ്ട് സംഘടനകൾ, മാർക്സിസ്റ്റ് പാർട്ടി ആ മതമൗലിക സംഘടനയും തമ്മിൽ യോജിച്ചു പോകുന്നതിന് അവർക്ക് യോജിപ്പിൻ്റെ ഒരുപാട് മേഖലകൾ അവർക്ക് കണ്ടെത്താൻ പറ്റും. PFIയെ നിരോധിച്ചപ്പോൾ അവരൊക്കെ എവിടെ പോയെന്നാണ്? അവരുടെ കുറേ നേതാക്കന്മാർ മാത്രമേ പിടിച്ച് ജയിലിലിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവർക്ക് ഏറ്റവും അഭിമതമായിട്ടുള്ള ഒരു പ്രവർത്തന രംഗം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. അന്ന് PFIയിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ തപ്പിയാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുകൂലികളായിട്ട് നടക്കുന്നത് കാണാം, സിന്ദാബാദും വിളിച്ചിട്ട്. അവർക്ക് തൽക്കാലം അതൊരു സ്ലീപ്പിംഗ് സെല്ലാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ഫലം നമ്മൾ സമൂഹത്തിൻ്റെ പല രംഗങ്ങളിലും കാണുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളും നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമത്തിനൊരു കയ്യും കണക്കുമില്ല. പണ്ടത്തേക്കാൾ എത്രയോ മടങ്ങ് രൂക്ഷതയോടുകൂടിയാണ് അത് സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നടന്ന കൊലപാതകം. ഒരു നിരപരാധിയായ യുവാവിനെ, നെടുമങ്ങാട്ടുകാരൻ യുവാവിനെ എല്ലാവരും കൂടി 3 ദിവസം പട്ടിണിക്കിട്ട് അടിച്ച് ഇഞ്ചിഞ്ചായിട്ട് ചതച്ച് കൊന്നു. മരിക്കുമെന്ന് കണ്ടപ്പോൾ കെട്ടിത്തൂക്കി. ഇതാണ് അതിനെക്കുറിച്ച് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി അന്വേഷിച്ച് പോലീസ് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തട്ടെ. എന്തായാലും ഒരു സത്യമുണ്ട്, ആ യുവാവ് മരിച്ചുപോയി. അതിനു മുമ്പ് അയാളെ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കി. എന്താണ് കാരണം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് നൃത്തം ചെയ്തു എന്നുള്ളതാണ്. അതിന് ഉടനെ തന്നെ അതിന് വേറെ നടപടികളൊന്നുമില്ല. അവർ തന്നെ പാർട്ടിക്ക് സ്വന്തം പോലീസും കോടതിയും ഒക്കെ ഉണ്ടെന്നുള്ളതല്ലേ ഒരു പഴയ മാർക്സിസ്റ്റ് നേതാവ്, അതായത് ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞത്. എന്താണ് അവർ പറഞ്ഞത്? വളരെ സത്യമാണെന്നുള്ളതാണ്. അവരെന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്താലും അവർക്ക് പോലീസിൽ പരാതിപ്പെടൽ പറ്റില്ല. അത്രയ്ക്ക് അസ്വാതന്ത്ര്യമാണ് പാർട്ടിയിലുള്ളത്. അവർ പാർട്ടിയിൽ കൊടുത്തോണം പരാതി, പാർട്ടി തീരുമാനിക്കും. പാർട്ടി വിചാരണ ചെയ്ത് ശിക്ഷയെങ്കിൽ ശിക്ഷ, വെറുതെ വിടുന്നെങ്കിൽ വിടുക. പാലക്കാട് ഒരു MLA പരസ്ത്രീ പീഡനം ആരോപിക്കപ്പെട്ടപ്പോൾ അത് അന്വേഷിക്കാൻ, പീഡനത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അന്വേഷിക്കാൻ പാർട്ടി ഒരു കമ്മീഷൻ നിയമിച്ചു. എന്നിട്ട് ആ കേസും പോലീസിൻ്റെ അടുക്ക പോയില്ല. അയാളിപ്പം ജയിലിൽ കിടക്കണ്ട. അതിന് പകരം അയാൾ വേറെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലവനായിട്ട് വിലസുകയാണ്. ഇപ്പോൾ ഏതാണ്ട് വിദേശത്തൊക്കെ ടൂർ പോയിരിക്കുകയാണെന്ന് കേൾക്കുന്നു, പത്രത്തിനകത്ത് അങ്ങനെയാണ്. അതായത് അവരുടെ സ്വന്തം പോലീസും കോടതിയും ഒക്കെ സ്ഥാപിച്ച് വിചാരണയിൽ ശിക്ഷ നടപ്പാക്കുകയാണ് അവർ ചെയ്യുന്നത്. പൂക്കോട്ടും ഉണ്ടായത് അതുതന്നെയാണ്.
ആ യുവാവ് എന്തോ വലിയ കുറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ അവർ തന്നെ വിചാരണ ചെയ്യുകയാണ്. അവരുടെ വിചാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കോടതി നടക്കുന്ന പോലെയല്ല. പോലീസും കോടതിയൊക്കെ ഒരുമിച്ച് നിന്നിട്ട് മർദ്ദിച്ച് ശിക്ഷിക്കുകയാണ്. ഇതിനൊക്കെ ഉള്ള അധികാരം അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതേ രീതി തന്നെയാണ് മറ്റവർക്കുള്ളത്. അവർക്ക് ഈ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഭരണഘടന പ്രകാരം സ്ഥാപിതമായ കോടതികളിലോ നിയമ സംവിധാനത്തിലോ ഒന്നും അവർക്ക് വിശ്വാസമില്ല. അവർക്ക് പ്രത്യേക നിയമം വേണമെന്നുള്ളതല്ലേ അവരും ആവശ്യപ്പെടുന്നത്. മതമൗലികവാദികൾ ആവശ്യപ്പെടുന്നത് അതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു രണ്ടും ഒരു സമാന മനസ്ഥിതിക്കാരാണ്. അവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ജനാധിപത്യം ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് രണ്ട് കൂട്ടർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഏകാധിപത്യമാണ്. അവരധികാരത്തിൽ വന്നാൽ മറ്റൊരു പാർട്ടിക്കാരെയും, മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ മറ്റൊരു പാർട്ടിക്കാരെയും ഒരു ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് മറ്റൊരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവർ പറയുന്ന അനുസരിച്ച് അടങ്ങി ഒതുങ്ങി അവിടെ കഴിഞ്ഞോണം. ഇത് മാത്രമേ ഒരു അടിമത്തമാണ്, ഒരു ജയിലറയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. സ്വാതന്ത്ര്യബോധമുള്ള ഒരാൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ജീവിക്കാൻ തന്നെ പറ്റത്തില്ല. വല്ലതും എന്തെങ്കിലും തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അത് കഴിച്ച് മാടുകളെ പോലെ അവിടെ കഴിയണം. ഇതാണ് മാർക്സിസ്റ്റ് സിദ്ധാന്തം, ഏകാധിപത്യം. അതിന് തൊഴിലാളി വർഗ ഏകാധിപത്യം എന്നാണ് അവർ പറയുന്ന ഓമനപ്പേര്. ഒരു തൊഴിലാളി ആധിപത്യവും ഇല്ല, അവിടെ നേതാവിൻ്റെ ഏകാധിപത്യം തന്നെയാണ്. മറ്റൊരു അതുപോലെ തന്നെയാണ്. അവർ മതമൗലികവാദികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു മതക്കാരെയും വിശ്വാസക്കാരെയും അംഗീകരിക്കത്തില്ല. അവരെയൊക്കെ ഒന്നുകിൽ പീഡിപ്പിച്ച് കൊല്ലുക, അല്ലെങ്കിൽ കൂടെ ചേരാൻ നിർബന്ധിക്കുക. അതാണ്, ഒന്നുകിൽ മതത്തിൽ ചേരുക അല്ലെങ്കിൽ തല കണ്ടിക്കും. ഇതാണ് അവരുടെ ഒരു സമീപനം. ഈ മലബാർ മാപ്പിളലകളെ കാലത്തൊക്കെ ഇതാണ് നടന്നത്. പാകിസ്ഥാനിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ അവർക്ക് ആ രംഗങ്ങളിലെല്ലാം അവർക്ക് വളരെ സമാനമായ ആശയങ്ങളാണ് ഈ രണ്ട് കൂട്ടർക്കും ഉള്ളത്. ഇപ്പോൾ PFIയെ നിരോധിച്ചപ്പോൾ അവർക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം മാർക്സിസ്റ്റ് പാർട്ടിയാണ്. എല്ലാവരും അതിനകത്ത് ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഒരു ക്യാൻസർ പോലെ പാർട്ടിയെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റിയൊരു മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കറുപ്പ് കൊടി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, DYFI എന്നാണ് പറയുന്നത്, അവർ ആ യുവാവിൻ്റെ തലയ്ക്ക് ചെടിച്ചട്ടി അടിച്ച് പൊട്ടിക്കുകയാണ്. നമ്മൾ കേരളത്തിലുള്ളവരെല്ലാവരും ലൈവായിട്ട് കണ്ട കാര്യങ്ങളാണ്. പക്ഷേ മുഖ്യമന്ത്രി സമ്മതിക്കത്തില്ല. അതൊക്കെ ആ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയും. എന്തൊരു ആവേശത്തോടുകൂടി അതിനെ ന്യായീകരിക്കുന്നത്. ആ രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു. അത്തരത്തിൽ ഒരു ന്യായീകരിക്കുകയും അത് ഇനിയും തുടരുമെന്ന് എന്ന് വെച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി, അതായത് ഒരു ഭരണത്തലവൻ ഉള്ളിടത്തോളം കാലം സംഗതികളൊന്നും ശരിയാകാൻ പോകുന്നില്ല. എല്ലാം സമൂഹം ക്രിമിനലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു മലരും പൂവും അരിയും മലരും കുന്തിരിക്കവും സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ മതമൗലികവാദികൾ പ്രകടനം നടത്തുന്നു ആലപ്പുഴയിൽ. അതേ ആലപ്പുഴയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു MLAയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നടക്കുന്നത്, അതിൻ്റെയും വീഡിയോ അന്ന് വന്നതാണ്. എന്താണ്, കോൺഗ്രസ്സുകാർ ഏതാണ്ട് അവിടെ കണ്ട് ഇവരുടെ പാർട്ടി ഓഫീസിലും കണ്ടുപോയി എന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിനുള്ള എതിർപ്പോടു കൂടി വന്നിരിക്കുകയാണ്. എന്താണ്, കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ കഴുത്തും വെട്ടും. ഇതാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLAയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടന്ന പ്രകടനം. അതേ ആലപ്പുഴയിൽ. അപ്പോൾ എത്ര യോജിപ്പുണ്ട് ഇവർ തങ്ങളിൽ നിന്നുള്ളതാണ്. ആരാണ് എന്നുള്ളത് പറയും. മാർക്സിസ്റ്റ് പാർട്ടി ഏതാണ്, മതമൗലികവാദികൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് ഒരു വലിയ അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മതമൗലികവാദികളെ വേർപെടുത്താൻ പറ്റാത്ത, അതായത് PFIയെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയെ. ഈ PFI മുങ്ങി, മാർക്സിസ്റ്റ് പാർട്ടിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഇനി അവരെ അതിൽ നിന്ന് വേർപെടുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അന്നേ ഐഡൻറ്റിഫൈ ചെയ്ത് കേന്ദ്ര സർക്കാർ യുവന്മാരെയൊക്കെ പിടിച്ചകത്താക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവരെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു. അതൊന്നും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ഭംഗിയായിട്ട് ഇപ്പോൾ സമൂഹത്തിൽ പ്രവർത്തിക്കാം. ഒരു വലിയ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ സപ്പോർട്ട് കൂടി പ്രവർത്തിക്കാം.
സർവ്വ സ്വാതന്ത്ര്യം, അതായത് അവരുടെ അക്രമവാസനകളെ മുഴുവൻ അഴിച്ചുവിട്ട് സ്വതന്ത്രമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. ഇത് എല്ലാ രംഗങ്ങളിലും ഇതേപോലെ ഇത് ഇങ്ങനെ അരിച്ചരിച്ച് എല്ലാവരുടെയും മനസ്സിലെത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ചെറിയ കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അടിക്കുക, കൊല്ലുക. ഇതാണ് നമ്മളിന്ന് കാണുന്നത്. ഒരു തള്ളയോ തന്തയോ കള്ളു കുടിക്കാൻ പൈസ കൊടുത്തില്ലെങ്കിൽ ഉടനെ അടിക്കുക, ചവിട്ടുക, കൊല്ലുക. ഇതാണ് കാമുകൻ്റെ കൂടെ കഴിയാൻ ഭർത്താവ് തടസ്സമാണെന്ന് കഴിഞ്ഞാൽ ഭർത്താവിനെ രണ്ടുപേരും കൂടെ ചേർന്ന് അടിച്ച് കൊല്ലുക. പെറ്റ കുഞ്ഞ് ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവമാണ്. 1 വയസ്സായില്ല. ആ കുഞ്ഞിനെ കൊല്ലുക, മർദ്ദിച്ച് കൊല്ലുക. എന്താ കാര്യം? അതും ഇതുപോലെ തന്നെയാണ്. എന്നിട്ട് ഇവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ? തിരിഞ്ഞൊന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മണ്ടത്തരം മനസ്സിലാകത്തില്ലേ ഇവർക്കൊക്കെ? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്രമവാസന സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അരിച്ചരിച്ച് സമൂഹത്തിൽ മനസ്സ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടം ചെയ്യുന്ന ഒരെണ്ണമാണ്. ഇത് ജനങ്ങൾ ഇതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കണം, ഇതിനെ തടയണം. കാരണം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ധർമ്മവും അധർമ്മവും തമ്മിൽ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. അവരെന്തും ചെയ്യും. അവർക്ക് ധർമ്മം എന്താണെന്നോ അധർമ്മം എന്താണെന്നോ സത്യം എന്താണെന്നോ അസത്യം എന്താണെന്നുള്ള ആ വേർതിരിവൊന്നും അവർക്കില്ല. അവർക്കുള്ളത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണോ, ഇത് മാത്രമേ ഉള്ളൂ. പാർട്ടിയുടെ ഗുണം അല്ലെങ്കിൽ ദോഷം അതിനെക്കുറിച്ചുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാ പ്രവൃത്തികളെയും വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ പാർട്ടിക്കാർക്ക് പോലും കഴിയാൻ പറ്റില്ല. വെട്ടിക്കൊല്ലും. പാർട്ടിയിൽ നിന്ന് വെട്ടുപോയി പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതുകൊണ്ട് വെട്ടിക്കൊല്ലും. TPA 51 വെട്ടിന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇനിയും വെട്ടിന്ന് വരും. ഇത് ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തെ ഇവർ സാത്താൻ്റെ സ്വന്തം നാടാക്കി മാറ്റിയിരിക്കുകയാണ്. അവർ തന്നെ അറിയുന്നില്ല. വാസ്തവത്തിൽ അവർക്കൊരു തിരിച്ചടി ഉണ്ടാകുമ്പോഴേ അവരിതിനെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ. അവരുടെ നേതാക്കന്മാർക്ക് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകണം. അപ്പോൾ അവർ എല്ലാവരും തിരിഞ്ഞാലോചിക്കും. വളരെ കഷ്ടമാണ്. ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.